ആ ആ എറണാകെട്ടവന്റെ അടുത്ത് കമ്പനി കൂടുന്നതിന് നല്ലത് ചാകുന്നതാ. എന്റെ മോന് തലതെറിച്ച സന്താനത്തിനെ കണ്ടിട്ടില്ല ഈ സിറ്റിയിൽ. ഡ്രസ് ഇതെല്ലാം മാത്രം ഇത് അവന്റെ ചെയിനും എന്റെ മുഖവും എന്റെ ഗാങ് ഡ്രസ്സും. ചത്ത് അത് ചത്ത് കുഞ്ഞത്ത് എന്റെ ഫാമിലിയോട് നിൽക്കുവായിരുന്നു. ഇപ്പൊ ഏവലൊന്നും ഒഴിച്ച് ബാക്കി എല്ലാം വിളിച്ചു. ഇപ്പൊ ഒരു 10-30 പേര് അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അത് പക്ഷെ ഗാർഡിയൻ വേണം കേട്ടോ. ഗാർഡിയൻ ഇല്ലാതെ ഓക്കേതാ. ഈ ഗാർഡിയൻ കൂട്ടു വന്നിരുന്നാലില്ലേ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇഷ്ടപ്പെടാത്ത പോലെ ബോസണ്ണ എന്നെ ചിലവരൊക്കെ ചുമ്മാ തല്ലിക്കൊന്നു ബോസണ്ണ. എന്താ നിന്റെ അച്ഛൻ പെറ്റ എവിടെ? ഇതാര് ഇതാര് മറ്റേ അങ്ങനെ പയ്യനാ ഈ പെൺകൊച്ചാര്? ആ ഓക്കെ ഓക്കെ. കുട്ടി എന്നോട് വന്നേ. അല്ലെങ്കിൽ ഇപ്പൊ വരാം. ഇല്ലല്ല കുറച്ച് നേരം സംസാരിക്കട്ടെ. ഇപ്പൊ വരാം. മോളെ കയറി. ഒന്ന് മാറിക്കണേ എല്ലാരും ഇടിച്ചെറിഞ്ഞ. ഏബലൊന്ന് കയറി ഏബല. ഞാനേ ഹലോ ഞാനൊരു കാര്യം പറയട്ടാ. ഞാൻ കുട്ടീനെ മോളെ കൊണ്ട് മറ്റേ കടലില് കെട്ടിത്താൻ പോണേ. ആ എറണാകെട്ടവന്റെ അടുത്ത് കമ്പനി കൂടുന്നതിന് നല്ലത് ചാകുന്നതാ. ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കാണാൻ വയ്യ. സിറ്റിയിൽ ഒരു കുട്ടി ഇല്ലാതാവണാണ് എനിക്ക്. എന്റെ മുന്നിൽ കടന്ന് ഇല്ലാതാവണാണ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുട്ടീനെ കടലിൽ കൊണ്ട് താക്കാൻ പോണേ. കുട്ടിക്ക് അവസാനം എന്തെങ്കിലും വിഷം ഉണ്ടോ? ലാസ്റ്റ് വിശ്വാസം എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മകളെല്ലാം നമ്മളങ്ങ് കളയാൻ പോവാ. അയ്യോ തമാശ പറഞ്ഞല്ലേ. ചിരിക്കുവാണോ കരയുവാണോ? കൊല്ലുന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുട്ടി ചിരിക്കോടാ ഏവലെ മണ്ട. മോളെ വെറുതെ പറഞ്ഞു എന്നിറങ്ങി ഒരു കാശ് കാര്യങ്ങൾ പറയാനുണ്ട്. മോളെ ഞാനൊരു കാര്യം പറയട്ടാ. ബോസണ്ണൻ 3 കാര്യം പറയുന്നതാ ഇഷ്ടം. ഒന്നി പിഴച്ചാ 3 ബോസണ്ണന്. ബോസണ്ണൻ പറ. അങ്ങനെ പിഴച്ചതിൽ ഒരുത്തനാണ് അവിടെ കുട്ടിയെ കൂടെ സംസാരിച്ചോണ്ടിരുന്നത്. മനസ്സിലായില്ലേ? കുട്ടി ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ ഒരു നല്ല സൈഡും ഉണ്ട് അഴുക്ക സൈഡും ഉണ്ട്. ഈ നല്ല സൈഡിലുള്ള ആൾക്കാരാണ് ഞാൻ, ഏബൽ, നമ്മുടെ ടി വിയിലെ ഫാമിലിയിലെ ആൾക്കാര്, അങ്ങനെ കുറെ പേരുണ്ട്. ഈ സൂര്യ ഇല്ല, അഴുക്ക സൈഡിലാണ് അവൻ. അഴുക്ക സൈഡില് ചെകുത്താന്റെ മോനാണ് അവൻ. ചെകുത്താന്റെ മോൻ അവന്റെ കൂടെ പോയെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി. വേല മോളെ നല്ലൊരു കമ്പനി അല്ല. മോക്ക് പഠിച്ച് വലുതായി നല്ല നിലയിലെത്തണമെങ്കിൽ വേറെ നല്ല പഠിക്കുന്ന പിള്ളേരായിട്ടൊക്കെ കൂട്ടുകൂടണം. ഇവന്റെ അവിടെ കൂട്ടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മോള് പറഞ്ഞില്ലേ ഒരു നിലയിലെത്തുമെന്ന്, ആ നിലയിൽ നിന്ന് അവൻ തന്നെ താഴെട്ട് കൊല്ലും. അതാണ് അത് അവന്റെ അടുത്ത് ചോദിക്കണം. അത് അവന് ഇച്ചിരി പ്രശ്നമുള്ള ചെറിയ മെന്റലുള്ള പയ്യനാണ്. ഇതുപോലെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, വാവാ കുട്ടി. അതിന്റെ പുറകെ നടന്ന് അതിനെന്തെങ്കിലുമൊക്കെ അതിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറി. ഞാനാണ് ഇതിനെല്ലാം കാശ് കൊടുക്കുന്നത്. എന്റെ കയ്യിൽ 10-60 കോടി. എടാ ഒരു കൊച്ചിന്റെ പാവട വരച്ച് കയറി നീ നാറി അഴുക്ക. അതാ പറഞ്ഞേ കഞ്ചാവ്. എടാ എനിക്ക് ഇതൊക്കെ ഞാൻ കേക്കണമല്ലോടെ. ഇതൊക്കെ ഞാൻ
എന്റെ കുട്ടി ഞാൻ പറയാം, മോൻ ഇതുപോലത്തെ ഒരു തലതെറിച്ച സന്താനത്തിനെ കണ്ടിട്ടില്ല ഈ സിറ്റിയിൽ. ശ്ശോ. എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, എനിക്കൊരു അബദ്ധം പറ്റിയാണ്, ഒരു അബദ്ധം. കുട്ടിക്ക് വേറെ 100 കണക്കിന് നല്ല കൂട്ടുകാരെ സിറ്റിയിൽ കിട്ടും കേട്ടോ. ഞാൻ ഇതൊന്നും എന്റെ മോന് ബോസണ്ണന്റെ സ്വന്തം മോൻ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, കുറച്ച് കഴിയുമ്പോ മതിരിക്കും കേട്ടാ. ആ എക്സാക്ട്ലി. ഇപ്പൊ കഴിഞ്ഞോ മാമ? ബോസണ്ണ നമ്മളെ അഡ്വൈസ് കൊടുത്തപ്പോ കഴിഞ്ഞോ മാമ? മറ്റേ തീർക്കുന്നത് കളയുന്ന പോലെ. എന്താ പോയി കേറിക്കൂടെ? ഞാൻ പറഞ്ഞൊന്നും പോയി പറയല്ലേ അവിടെ കേട്ടോ. ബോസണ്ണനാണെന്ന് നോക്കൂല, അച്ഛനാണേലും കുട്ടിയുടെ മോളുടെ നല്ലതിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞേ. ഞാനേ നിന്റെ തന്തയുടെ കൂടെ ജനിച്ചല്ലേ എന്നെ മാമാന്ന് വിളിക്കാൻ കേട്ടാടി. അവൾ എന്നെ അങ്ങ് മാമാന്ന്. ബോസേട്ടാന്ന് വിളിച്ചോ? ബോസേട്ടൻ. ആരുടെ നിന്റെ അങ്കിള്? ആരുടെ നിന്റെ അങ്കിള്? പക്ഷെ ബോസേട്ടാന്ന് വിളിക്കുന്ന ബോസേട്ടൻ ഇഷ്ടം. അച്ഛാന്ന് വിളിക്കും, ഒരു അങ്കിളെന്ന് വിളിക്കും. 10-26 വയസ്സേ ഉള്ളൂ എനിക്ക്. കൊച്ചു പിള്ളേരെല്ലാം കൂടി കയറി എന്നെ അങ്ങ് എവിടെ ഒന്ന് ഈ കൊച്ചിനെ വണ്ടി ഇറങ്ങി. എനിക്ക് സങ്കടം പറയാനുണ്ട്. അച്ഛനെ പുറത്തിറങ്ങാൻ പറ്റുമോ? ബോസണ്ണ സൂര്യതാ ഇപ്പൊ വിളിച്ചേക്കുന്നു. എവിടെയാന്ന് ഇപ്പൊ ഫോണിൽ വിളിച്ചേക്കുന്നു. മോബി മോബിക്ക് താല്പര്യം. ചന്ദ്രൻ ബ്രോ പ്ലീസ് കം ടു ലൈവ്. ഇതിന്റെ അകത്ത് ഫോണിന്റെ അകത്തിട്ടായിരുന്നു. എവിടെ ഫോൺ ലൈവ് സ്ട്രീം. എടാ ഈ പെണ്ണിനെ എടാ ഒരു മിനിറ്റ്, ഇത് ഞാൻ എവിടെ അല്ല ഞാൻ അതല്ല. സൂര്യ എവിടെ എന്ന് പറഞ്ഞേ വല്ലതും പറഞ്ഞായിരുന്നാ? ഇല്ല, അവനാ ലൈവ് ഇട്ടേക്കുന്നത്. സൂര്യ ബോസാ ലൈവ് ഇട്ടേക്കുന്നത്. ഞാനിനെ വിളിക്കാം. സൂര്യ ബോസാ ലൈവ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇതിൽ ആപ്ലിക്കേഷൻ ഇല്ല. ഇത് ഇവിടെ എവിടെയാ? ഇത് ഈ പെട്രോൾ പമ്പിൽ. ഹലോ ചന്ദ്ര. ചന്ദ്ര, സൂര്യ ഇപ്പൊ ലൈവ് ഇടും. ഞാൻ എന്ത് ചെയ്യണം? ലൈവില് കേറണം. വ്യൂസിന് വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട, പിന്നെ ഒന്നും ചെയ്യണ്ട. സൂര്യ ലൈവിൽ കയറി. സൂര്യ എനിക്ക് കോയിൻസ് അയക്കാനാ. അതിനാ എന്താ കേറണേ? എനിക്ക് കോയിൻസ് അയക്കാനാ ലൈവില്. എനിക്കൊന്നാ മതി. വേണ്ട സൂര്യ, പെട്ടെന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. അതിലെത്തി റിമൂവ് ആയി, ഇൻസ്റ്റാൾ ആയി, ഇൻസ്റ്റാൾ ആയി, റിമൂവ് ആയി. അല്ലെങ്കിൽ സൂര്യ ഞാൻ ലൈവ് ഇടാം. പിള്ളേരെ പറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓരോ പരിപാടിയായിട്ട്. ലൈവിൽ കേറുമ്പോ ഇടണേ. കിംബോയിന്ന് വിളിച്ചതിന് ദേഷ്യം നിർത്താല്ലേ? കാര്യം മൈ ലവ് വാട്ട് എന്ത് എന്റെ അതെയോ? ഹലോ, അതെ കേട്ടോ. फोन लो मैसेज बोल रहा है.
ഒന്നുമില്ല. ചന്ദ്ര കണ്ടോ കണ്ടോ ചന്ദ്രന്റെ അച്ഛന്റെ സ്നേഹം ഞാൻ കൊണ്ടുവന്നത് കണ്ടോ? ചന്ദ്രന്റെ അച്ഛൻ മിസ് ചെയ്യുന്നുണ്ട് നിന്റെ ചന്ദ്രന്റെ കുറെ. തന്തയാണത്, എന്റെ തന്തയല്ല കേട്ടോ. എന്റെ തന്തയെ ഞാൻ കണ്ടിട്ടില്ല, നീ കണ്ടിട്ടില്ല. നിന്റെ തന്തയാണ് ആ തന്ത, നീ അല്ല നിന്റെ തന്തയെ കണ്ടിട്ടുള്ള, അപ്പൊ നിന്റെ തന്തയാണത് കേട്ടോ. അല്ലെങ്കിൽ നിന്റെ മോന്റെ കള്ളത്തന്തയായിരിക്കും, അവന്റെ കള്ളത്തന്തയായിരിക്കും. അല്ലെങ്കിൽ അനാവശ്യം പറഞ്ഞോണ്ട് അയ്യോ സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളവനെ ദത്തെടുത്താണല്ലോ ഉദ്ദേശിച്ചത്, അവന്റെ കള്ളത്തന്തയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ശരിക്കുള്ള അച്ഛനല്ലേ അത്? ശരിക്കും സൂര്യക്ക് അച്ഛനില്ല. ശരിക്കും സൂചിക്ക് അച്ഛനില്ല. തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്കും നമുക്കറിയില്ല. തമിഴ്നാട്ടിൽ ഏതോ ചായക്കടയിൽ നിന്ന് ഏതോ മാമൻ പറഞ്ഞ് നിന്റെ അച്ഛന്റെ പേര് ചന്ദ്രനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ അങ്ങ് പൊക്കി പിടിച്ചോണ്ടിങ് വന്നവൻ പെട്ടിയും കിടക്കെ എടുത്തോണ്ട്. കള്ള അച്ഛൻ അതല്ലേ ശരിക്കും അച്ഛൻ? ആ കള്ളത്തന്തയാണ് ദേ നിൽക്കുന്നത് ചായക്കടയിൽ കണ്ടേ. ഏത് ഞാനാ? പിന്നെ അവനെ ഇപ്പൊ തിന്നാനും കൊടുത്ത് വളർത്തണ ഞാനല്ലേ എന്നെ കള്ളത്തന്ത പണി. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ലിപ്സ്റ്റിക് ഇരട്ടെ, ഒരു മിനിറ്റ്. ലിപ്സ്റ്റിക് ഇടണം, ലിപ്സ്റ്റിക് ഇടണം. ലിബാം അല്ലേ ഡ്രൈ ലിപ്സ്റ്റിക് അല്ല, ലിബാം ലിബാം ചന്ദ്രൻ ലിപ്സ്റ്റിക് ഇടാം. അയ്യേ ബോസണ്ണ ലിബാംടാ ലിബാംടാ. ലിപ്സ്റ്റിക്ക് കാര്യമൊക്കെ രാത്രി ഇവിടെയല്ല. പിന്നെ അതായിരുന്നു അവളുടെ അച്ഛന്റെ പരിപാടി. എന്തിനാണ് എന്റെ ഉള്ള അച്ഛനെ പറയുന്നത്? മാറലിന്റെ ഫ്രണ്ടിൽ നിന്ന്. അതെ മാമന് സീക്രട്ട് അറിയാമോ? മാമൻ ആ കൊച്ചിനെ ശല്യപ്പെടുത്തല്ലേട്ടല്ല. ஏன்பா ഏ நான் எதுவும் செய்யலப்பா. ഡ്രസ് മാറ്റിയില്ലടാ നീ? அப்பா ட்ரெஸ் மாற மாட்டேங்குதுப்பா, ஒரே ட்ரெஸ் தான் சொன்னாங்கப்பா. നീ കണ്ടാ? നീ ഇത് കണ്ടാ മോബി? அப்பா ஆசீர்வாதம் பண்ணப்பா. നമ്മുടെ ഗ്യാങ് ഡ്രസ് കണ്ടാ? കണ്ടാ? നമ്മുടെ ഗ്യാങ് ഡ്രസ് അല്ലേ ഇത്? ഡേയ് നാളെ 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 എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ മോന്റെ പിടിച്ച ടാറിലൊരക്കി ഞാൻ കേട്ടാ. ഡ്രസ് ഇതെല്ലാം മാറ്റണം. ഇത് അവന്റെ ചെയിനും എന്റെ മുഖവും എന്റെ ഗ്യാങ് ഡ്രസ്സും. அப்பா உன்கிட்ட ஒரு வார்த்தை ஒரு விஷயம் 7 വയസ്സാണ് ഈ കുട്ടിക്ക്, അറിയോ? 7 വയസ്സ്. അതുകൊണ്ട് ഓടിപ്പോയ ആ പിഞ്ചു കുഞ്ഞിന് 7 വയസ്സാണ്. അവളോട് ചന്ദ്രൻ എന്തോ ചന്ദ്രനെ വിളിക്കാൻ പറഞ്ഞേ? എന്താ വിളിച്ച് ഞാൻ പറഞ്ഞേ? ബോസേട്ടായിന്ന്. അല്ല അത് അങ്ങനെയല്ലേ ബോസ് ഏട്ടൻ ബ്രദർ ബ്രദർ. അവളെന്നൊക്കെയാറ് മാമാന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ കൂടെ ജനിച്ച ആളല്ല ഞാൻ, മര്യാദക്ക് വേറെ വിളിയെന്ന് പറഞ്ഞു. 7 വയസ്സേ ഉള്ളൂ അവക്ക്. അവക്ക് 7 വയസ്സുള്ള ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തോന്നിയപ്പോ അടിച്ച് മോന്ത പൊളിക്ക് കേട്ടോ ഞാൻ. പിന്നെ എന്നെ തീരെ പ്രായമുള്ള കൊച്ചാണത്. ഞാനിപ്പോ സൂര്യയുടെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അനാവശ്യം ഒന്നും മര്യാദക്ക് സംസാരിക്കണോന്നൊക്കെ. എന്തെന്ന്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. സൂര്യ പറ. സൂര്യക്ക് ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറയണ, ഈ ഇഴച്ചിട്ട് വേണ്ട. പെട്ടെന്ന് പറ. നിന്റെ ഈ വളച്ച് കെട്ടി നീ വളച്ച് ഒരു സെക്കൻഡ് ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സിറ്റി വന്ന സമയത്ത് ഇവൻ ചന്തി വയ്യാഞ്ഞിട്ട് അവിടെ കിടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു ചന്തിയിൽ എന്താണ്? കുത്തിന്ന് പറഞ്ഞു. ആരോ കുത്തിന്ന് പറഞ്ഞു ചന്തിയിൽ. ഞാൻ അപ്പോ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഉള്ളതാണ്, ചന്തിയിൽ ആരോ കുത്തിയിട്ടുണ്ട്. ബാക്കി ഇനി സൂര്യ പറയും. ബട്ടില് സൂര്യയുടെ ബട്ടില് ബട്ടക്സ്. ആര് ചിരിച്ചു പറ? പാവം ഹിംബോയ് ചിരിച്ചെന്ന് പറഞ്ഞപ്പോ എന്താ ഹിംബോയ് മാമൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. അച്ഛൻ കണ്ടുപിടിച്ചിരുന്ന ആര് കുത്തിയെന്ന്. அப்பா இங்க பாருப்பா, என்ன ஆச்சுன்னா முடுக்குல நின்னுட்டப்பா. முடுக்குல நின்று என்னோட கஸ்டமர் கூட பேசியிருந்தேன்ப்பா. കസ്റ്റമറാ? அப்பா அது ചോദിക്കാതെ ഞാൻ പറഞ്ഞില്ലേ ഇവൻ കഞ്ചാവിന് മയക്കുമരുന്നിന് അടിമയാന്ന്. ബാക്കി പറ. ഇല്ലല്ല ഞാൻ ചോദിക്കാം. ബാക്കി പറ. அது பேசிட்டே இருக்கும்போது அங்க சல்லுன்னு ஒரு கார் வந்துருப்பா. அவட
அதுல பார்த்தா ஒரு பச்சை தவளை அப்புறம் ഈ തവള എന്നുള്ള വാക്ക് ഉപയോഗിക്കല്ലേ പറയട്ടെ அதுக்குள்ள பார்த்தா ஒரு பச்சை ഷൗട്ട് ഇട്ട് പറ சவுட்டு தான்ப்பா சொல்றேன். പറ ஒரு പറ பச்சை பச்சை கலர்ல ஒருத்தர் இருந்தாங்க. யாருன்னு பார்த்தா கண்ணாப்பி, அதுக்கப்புறம் பக்கத்துல லோராப்பி இருந்துப்பா. എടാ സംസാരിക്കലടാ ഇവിടെ എന്നിട്ട് എന്നിട്ട് லோராப்பி இருந்தாங்க. அதுக்கப்புறம் என்ன ஆச்சுன்னா பட்டுன்னு இறங்கி என்கிட்ட சம்சாரிக்க வந்தாரு. என்ன மாமான்னு கேட்டு பெரிய கண்ணு போ, இவ்வளவு பெரிய எடுத்துட்டாருப்பா, பெரிய கண்ணு எடுத்துட்டாருப்பா கண்ணாப்பி மாமா. ഇത്രയും പെരിയ കണ്ണാ നോക്കിയേ அதே கண்ணு, சேம் கண்ணு. എന്നിട്ട് கண்ணு எடுத்து என்ன டக்குன்னு கன்ஃபர்ம் பண்ணிட்டாருப்பா. உன்னை நான் கிட்னாப் பண்ணிட்டேன், நான் சொல்றது நீ செஞ்சுதான் ஆகணும்னு சொல்லிட்டு என்ன கேரி பண்ணிட்டாருப்பா. அதுக்கப்புறம் இங்க இருந்து என்ன ஆச்சு, நான் கிளம்பணும்ப்பா. நானும் அவரு நான் சொல்றது செய்ய உன்ன மொபைல் ரேடியோ எதுவுமே இல்லை, நான் எடுத்துட்டேன்னு சொல்லி எல்லாத்தையும் எடுத்துட்டாருப்பா. கண்ணாப்பி மாமா കഥ കേട്ടപ്പോ കരച്ചിൽ വരുന്നു കേട്ടോ. மொபைல் ரேடியோ எல்லாத்தையும் எடுத்துட்டு நீ அவ்வளவுதான், இதுக்கு மேல உன்னை முடிச்சு விட போறேன்னு சொன்ன. எனக்கு ஒரு மாதிரி பயமே வந்துச்சுப்பா. அதுக்கப்புறம் இங்க இருந்து நேரா அந்த பைக் மாதிரி இருக்காரு மணி ட்ரஃபா என்னடா அந்த இடத்துக்கு கூட்டு போயிட்டு அங்க போகும்போது இறக்கி விட்டுட்டு உடனே லோரா மாமி வந்து கன் எடுத்து அவங்களும் கன்ஃபைன் பண்ணாங்கப்பா. அதுக்கப்புறம் என்ன அந்த டோருக்குள்ள கூட்டு போயிட்டு அங்க ஒரு ബാത്റൂം இருந்ததுப்பா. പെട്ടെന്ന് പറയാൻ പറ്റിയ അവാർഡ് പടത്തിന്റെ അടുത്ത് ചന്ദ്രന്റെ കൊച്ചിനെ കൊണ്ട് അവൻ ബാത്റൂം കഴിവിച്ച് ആ മണി ടർബിലെ அங்க பாத்ரூம்ல அலம்ப விட்டாருப்பா. அலம்ப விட்டு பாட்டு பாட சொன்னாருப்பா. பாத்ரூம்ல ரொம்ப நல்லா தேய்ச்சி அலம்பணும்பா. ഞാനൊരു കാര്യം പറയട്ടെ ലീന, ഇവൻ വെറുതെ ഒന്നല്ല ഇരിക്കണേ. ആ കണ്ണാപ്പി ഇതൊരു വെറുതെ നടന്നു പോകുമ്പോഴത്തേക്കും അവന്റെ ബാക്കിൽ നിന്ന് പോയിട്ട് അവനെ ഓരോന്ന് പറയലാണ് അവന്റെ പരിപാടി. ഇവ പൊന്നു പോകുന്നല്ല, ഇവ ഇപ്പൊ കുറിയിട്ട് നല്ല ചെറുക്കനായിട്ട് നിൽക്കണാണ് അവൻ. അഴുക്ക സ്വഭാവമാണ് അവന്റെ. ഇവൻ പോയിട്ട് അവന്റെ അടുത്ത് ഇതിലവൊന്നും ചെയ്തിട്ടില്ല ചന്ദ്ര. അല്ല ഇതിലവൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഇവൻ മിണ്ടാന്നിരിക്കൂല. ഇന്നലെ എന്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്കും കണ്ണാപ്പി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ? എന്താ പറഞ്ഞ ഇന്നലെ ബാക്കി ഇരുന്നപ്പോ നീ നമ്മുടെ കൂടെ ബൈക്കിൽ ഇരുന്ന് അവൻ എന്തിനാ പറഞ്ഞല്ല? കണ്ണാപ്പി 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 കക്കൂസ് അപ്പൊ കക്കൂസ് കഴിപ്പിച്ചാവേ. அம்மாவுக்கு இஷ்டப்பட்டம் கட்டன் சாயா அந்த பாட சொன்னாருப்பா. அந்த பாட்டு பாடினேன். அதுக்கப்புறம் அவருலேருந்து கிளம்பும் போது என் சந்தில பெரிய ஊசி எடுத்து குத்துனாப்பா லோராப்பி. ഇത് എനിക്ക് പറ്റത്തില്ല. എന്റെ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അവൻ അസൂയാണ്, ഇവൻ അച്ഛനുള്ളതിന്റെ അസൂയാണ് അവന്. ഇതെനിക്ക് പറ്റത്തില്ല. ഇത് பாருப்பா இப்பதான்ப்பா மருந்து போட்டு வந்தேன் பாரு. ഇന്ന് ഫുള്ള് ക്ഷീണമായിരുന്നു ഇവൻ, അറിയോ? മരുന്ന് ബോധം കിട്ടുന്നതിന്റെ മരുന്ന് യൂസ് ചെയ്തതിന്റെ വേറെ പറ്റത്തില്ല. ഞാൻ കൊച്ചിനെ വളർത്തുന്ന എന്തിനാ? അവന് കൊണ്ടുപോയിട്ട് സൂചി കുത്താനാണോ? അല്ലല്ലോ. അവനെ കണ്ടില്ല. അതെ, ഞാൻ വരുമ്പോ ഞാൻ ചോദിക്കാം. നീ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സൂര്യ നിന്നെ ഞാൻ കക്കൂസ് കഴിപ്പിക്കും. അല്ല സിറ്റിൽ നീ നല്ല പിന്നെ നന്മയുടെ പ്രതികൂടമല്ല ഫ്രണ്ട് നിക്കണേ. അതോടെ പറഞ്ഞല്ലേ ഞാൻ അതുപോലെ വിശ്വസിക്കാം. നിന്നെ പോലെ വിശ്വാസമല്ല പിന്നെയാണ് അവനെ. ശരി, ലോറ ഉണ്ടോ നോട്ടെ? ഞാൻ ലോറ എടുത്ത് ചോദിക്കാം. ലോറ ഇല്ല, കണ്ണാപ്പി ഇല്ല. ഇവരില്ലാതെ എങ്ങനെ ഞാൻ ചോദിക്കും? എങ്ങനെ? ലോറ എന്താ பாவம் அவனை விட்டுரு, இது மாதிரி பண்ணாதன்னு சொல்லி கண்ணாப்பி மாமா 10 டைம்ஸ் சொல்லிச்சு லோரா. அவன் கொச்சியில் விட்டுருன்னு பறஞ்சான். ஆனால் கண்ணாப்பி மாமாவுக்கு தான் ஒரு இது இல்லைப்பா, ரொம்ப வச்சு செஞ்சுட்டாருப்பா. ஃபோனில் ரெக்கார்ட் பண்ணாரு தெரியுமா? இதுக்கு மேலே நீ
என்ன வந்து எதுவுமே கிண்டல் செய்யக்கூடாது. செய்தா உனக்கு வந்து உன் அச்சம் இல்ல அது மாதிரி எல்லாம் சொல்லி கம்பெயின் பண்ணி மிரட்டி என்ன ஒரு மாதிரி பண்ணிட்டாரப்பா. ചോദിക്കാം നമുക്ക് ചോദിക്കാം. എവിടെയും നടക്കുന്നതാണോ ഇതൊക്കെ? അല്ല ചോദിക്കാം വരട്ടെ ചോദിക്കാം. ஓகேப்பா. വരുമ്പോ ചോദിക്കാവേ. ഞാനേ പമ്പ് വരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാം. പമ്പ് பை. പമ്പില് അതെ ഈ കൊച്ചിന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? പറഞ്ഞുവിടാറായില്ലേ? എന്താ ശരി കൊച്ചിന് അച്ഛനമ്മ ഇല്ലേ? നീയാണോ നോക്കുന്നേ? இல்லம்மா ஏஜே வந்து ஏதோ பிரச்சனை ஆயிடுச்சு அவருக்கு. കുട്ടിയുടെ അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചേ ഒന്ന്. കൊച്ചിന് എന്താ ചെയ്ത്? ചന്ദ്രൻ എന്താ ചെയ്തവളെ? ഇടിച്ച് പല്ലളൊക്കെ ഞാൻ കേട്ടറിഞ്ഞേ. കരയുന്നവള്. പിന്നെ എന്തായി മോളെ കരയടാ നീ. വിളിച്ചോണ്ടുപോയിട്ട് എന്തേലും പറഞ്ഞു അവളോട്. அவ கரையறாமா? ഹലോ ആ കരയല്ലേ മോളെ കരയല്ലേ കരഞ്ഞ വെടിയിച്ചോല്ലോ. ஹலோ പട്ടിക്കുഞ്ഞാണോ? ഒന്ന് പറഞ്ഞ കരഞ്ഞ വെടിയിച്ചോല്ലെന്ന് പറഞ്ഞു. ஹலோ என்ன ஆச்சு ஏன் அழுற? ஹலோ நீ സംസാരിക്കുന്നത് ഉള്ള പോയത്. അവള് പറയാ അവൾക്ക് അച്ഛനില്ല, ചന്ദ്രൻ അച്ഛനാവുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ കയറി തൂങ്ങുമല്ലോ. എന്നാ ഈ പമ്പിൽ ജോണിയാന്റെ പമ്പിൽ തൂങ്ങിച്ചാവും ഞാൻ. ചത്ത് കുഞ്ഞത്ത് കൊലയാടി മോനെ ஐயோ അനാവശ്യം പറഞ്ഞോണ്ടല്ലേ. ബോസണ്ണ എന്താ ബോസണ്ണ കൊന്നു? എങ്ങനെയാടാ ഈ കുരുട്ട് ചത്തത്?